ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നല്ലൊരു പനീർ ബുർജിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളൊന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പോളം നല്ല പുളിയില്ലാത്ത തൈര് നോക്കി എടുക്കണേ. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കണം. ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ എൻ്റെ വിസ്കിൻ്റെ ഒരു അവസ്ഥ ഉണ്ട്. എൻ്റെ മോൻ ചെയ്ത പണിയാട്ടോ. അവൻ ഇതൊക്കെ വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ അതാണ് ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കേ അതിലേക്ക് അത്യാവശ്യം വലിയൊരു കഷ്ണം ബട്ടർ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, ഓയിലിൽ ഉണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്തിട്ട് ആ ബട്ടറൊക്കെ ഒന്നങ്ങ് മെൽറ്റ് ആക്കി എടുക്കാം. ചെറിയ തീയിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് മെൽറ്റ് ആക്കാനായിട്ട്. ഇപ്പോൾ ദാണ്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു കുഞ്ഞി സവാള നല്ല പൊടിയായിട്ട് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചേർക്കുന്നെല്ലാം നല്ല പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇനി ഒരു പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുത്തിട്ട് ആ സവാളയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ വഴറ്റിയെടുക്കാം. അത്യാവശ്യം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമല്ലോ, അതുവരെ ഒന്ന് വഴറ്റിയാൽ മതിയാവും. ഇപ്പോൾ ദാണ്ട് സവാളയ്ക്ക് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവേ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചതാണ്. അപ്പം അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ട് അതും ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ തക്കാളി വളരെ ചെറുതാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരുപാട് വലുതാണെങ്കിൽ അതിൻ്റെ പകുതി ഭാഗം എടുത്താൽ മതിയാവേ. അതും ഇതുപോലെ നന്നായിട്ടൊന്ന് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ആ തക്കാളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ ദാണ്ട് തക്കാളിയുടെ ഒക്കെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പം ഈ പരുവം വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവേ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡി ആക്കി വെച്ചേക്കുന്ന തൈരിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. വീണ്ടും ആ മസാലയായിട്ട് നന്നായിട്ട് ഇതെല്ലാം അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാവേ. അപ്പോൾ നന്നായിട്ട് അങ്ങ് യോജിപ്പിച്ചെടുത്തോളൂ. അപ്പോൾ തൈര് ചേർക്കുമ്പം റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന തൈര് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി ഇനി ഇതിലേക്ക് ഞാനൊരല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം കൊണ്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതുവരെയും ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പനീറാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാവേ. അപ്പോൾ പനീർ ഇതുവരെ ഇങ്ങനെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കിക്കോ. ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാവേ. അപ്പോൾ എപ്പോഴത്തേനും ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്ന് പനീറൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് സെറ്റ് ആവുകയെ. ഇപ്പോൾ ദാണ്ട് ഒരു 5 മിനിറ്റ് ഒന്നും ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ദാണ്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പനീറൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ പീസ് ബട്ടറും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇതുപോലെ ബട്ടറും കൂടെ ചേർക്കുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നല്ല പൊളി ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബുർജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കണേ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കല്ലേ. അപ്പോൾ ഇനി ഒരു അടാറ് റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.